മനസ്സിലൊളിപ്പിച്ച പ്രണയത്തിന്റെ തുറന്നുപറച്ചിലുകൾ, സ്നേഹസമ്മാനങ്ങൾ, പൂക്കൾ, ഒരുമിച്ചുള്ള യാത്രകൾ, ഭക്ഷണം. അങ്ങനെ പ്രണയദിനമായ വാലന്റൈൻസ് ഡേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഈ ആഘോഷങ്ങൾ ഒന്നുമില്ലാതിരുന്ന രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഇറാനിൽ വാലന്റൈൻസ് ദിനത്തിന് നിരോധനമുണ്ട്. വാലന്റൈൻസ് ദിന ചിഹ്നങ്ങൾ, കടകളിലെ പ്രത്യേക വിൽപ്പന വസ്തുക്കൾ തുടങ്ങി പ്രണയദിനത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനിലും ഇതേ അവസ്ഥയാണ്. 2016 അന്നത്തെ പ്രസിഡന്റായിരുന്ന മംനൂൺ ഹുസൈനാണ് പാകിസ്ഥാൻ പൗരന്മാരോട് വാലന്റൈൻസ് ദിനാഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞത്. പൊതുനിരത്തിൽ വാലന്റൈൻസ് ദിനത്തിന്റെ യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളും അന്നേ ദിവസങ്ങളിൽ പാടില്ല. ഇനി ഇന്തോനേഷ്യയിലേക്കാണ്. ഇന്തോനേഷ്യയിൽ വാലന്റൈൻസ് ഡേ വിലക്കിക്കൊണ്ട് നിയമമൊന്നുമില്ലെങ്കിലും ചില പ്രദേശങ്ങളിൽ വാലന്റൈൻസ് ഡേയോ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ വിൽപ്പനയോ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇനി വരുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. 2012 ഉസ്ബെക്കിസ്ഥാനിൽ വാലന്റൈൻസ് ഡേ ആചരിക്കുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് വാലന്റൈൻസ് ഡേക്ക് പകരം അന്ന് രാജ്യത്തിന്റെ വീരനേതാവായ ബാബറിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് വാലന്റൈൻസ് ഡേ ആചരിക്കുന്നത് ഇതുവരെ നിയമപരമായി നിരോധിച്ചിട്ടില്ല. 2005 മലേഷ്യയിലെ ഫത്വ കൗൺസിൽ വാലന്റൈൻസ് ദിനത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. 2011 വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതായും വാർത്തകളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലും വാലന്റൈൻസ് ദിനാഘോഷങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുനിരത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയോ വാലന്റൈൻസ് ദിനം ആഘോഷിക്കുകയോ ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളാണ് കൈക്കൊള്ളുന്നത്. എന്നാൽ 2018 ഈ നിയമത്തിന് അയവ് വന്നു. വാലന്റൈൻസ് ദിനം മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ നല്ല നീക്കമായി ഷെയ്ഖ് അഹമ്മദ് ഖാസിം അൽ ഖംദി വിലയിരുത്തിയതോടെ രാജ്യത്ത് വാലന്റൈൻസ് ദിനാഘോഷങ്ങൾക്കുള്ള വിലക്കും നീങ്ങി. പിന്നീട് 2019 സൗദിയിൽ ആദ്യമായി വാലന്റൈൻസ് ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. മറ്റൊരാളിൽ നിന്ന് വല്ലാതെ സ്നേഹിക്കപ്പെടാനുള്ള കൊതിയാണ് എല്ലാ പ്രണയങ്ങളുടെയും അടിസ്ഥാനം. എന്തുവന്നാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ പ്രണയിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന വിശ്വാസമാണ് പല പ്രണയങ്ങളെയും ചലിപ്പിക്കുന്നത്. പ്രണയിക്കപ്പെടുന്നുണ്ടെന്ന വിശ്വാസം പെട്ടെന്ന് നഷ്ടമായാൽ കൊലപാതകത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ പോലും ചിന്തിച്ചു പോകുന്നവരുണ്ട്. പ്രണയം മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്നതും കൂടുതൽ കാലം നിലനിൽക്കുന്നതും ഹൃദയം വല്ലാതെ തകർക്കുന്നതാകാതിരിക്കാനും കമിതാക്കൾ തമ്മിൽ ആഴത്തിലുള്ള മനസ്സിലാക്കൽ വേണം. ഞാൻ നിന്നെ പ്രണയിക്കുന്നുവെന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ചിലത് നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആളോട് പറയേണ്ടതുണ്ട്. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാം. ഞാൻ നിന്നെ ബഹുമാനിക്കും. ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഞാൻ നിന്നെ സംരക്ഷിക്കും. അങ്ങനെ ചിലത്. ഈ കാലത്ത് പ്രണയത്തിന്റെ സ്വഭാവം തന്നെ മാറി മറിയുകയാണ്. പോളിഗാമി മുതൽ സോളോഗാമി വരെ ആ കൂട്ടത്തിലുണ്ട്. മനുഷ്യനെ മാറി പുതപ്പിനെ സ്നേഹിച്ച കഥകൾ വരെ കഴിഞ്ഞ വർഷം വാലന്റൈൻ ദിനങ്ങളിൽ നാം കേട്ടതാണ്. പുതപ്പിനോട് തോന്നിയ കടുത്ത പ്രണയത്തിനൊടുവിൽ കാമുകന്റെ മുന്നിൽ വെച്ച പുതപ്പിനെ വിവാഹം കഴിക്കുകയായിരുന്നു യുവതി. പുതപ്പിനോട് തോന്നിയ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വിവാഹത്തിലേക്ക് വരെ എത്തിച്ചു. പ്രണയത്തിന് അതിർവരമ്പുകളില്ല, അല്ലെങ്കിൽ കണ്ണും മൂക്കും ഇല്ല എന്നൊക്കെ ശരിവെക്കുന്നതാണ് ഈ കഥകൾ.